13 എന്ന നമ്പർ ഭയത്തിന്റെ കഥയോ വിശ്വാസത്തിന്റെ മിഥ്യയോ? ഒരു സംഖ്യയ്ക്ക് മനുഷ്യരെ ഭയപ്പെടുത്താൻ കഴിയുമോ? നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന അക്കങ്ങളിൽ ഒന്ന് മാത്രമായ 13 എങ്ങനെ ലോകമെമ്പാടും ഒരു ഭീതിയുടെ പ്രതീകമായി മാറി? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു നമ്പറിനെ കുറിച്ചല്ല, മനുഷ്യ മനസ്സിലെ വിശ്വാസങ്ങളെയും ഭയങ്ങളെയും കുറിച്ചാണ്. 13 എന്ന നമ്പറിനെ ഭയപ്പെടുന്ന അവസ്ഥയെ ട്രൈസ്കൈഡെഗാഫോബിയ എന്നാണ് വിളിക്കുന്നത്. പാശ്ചാത്യ ലോകത്ത് ഇത് ഇന്നും ശക്തമായി നിലനിൽക്കുന്ന ഒരു വിശ്വാസമാണ്. ചിലർ 13ാം നിലയിൽ താമസിക്കാൻ മടിക്കുന്നു. ചില വിമാനങ്ങളിൽ 13ാം സീറ്റ് പോലുമില്ല. ചില ഹോട്ടലുകളിൽ 12ന് ശേഷം നേരെ 14ാം നിലയിലേക്ക് പോകുന്ന ലിഫ്റ്റുകൾ കാണാം. എന്തുകൊണ്ടാണ് ഈ ഭയം ഉണ്ടായത്? ക്രൈസ്തവ വിശ്വാസപ്രകാരം യേശുക്രിസ്തുവിന്റെ അവസാന അത്താഴത്തിൽ 13 പേർ പങ്കെടുത്തു. അതിൽ 13 ഡാഷ് സ്വരചിഹ്നം ആമനായി എത്തിയ ജൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തവനായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ 13 എന്ന നമ്പറിനോട് ഒരു അശുഭ ധാരണ രൂപപ്പെട്ടു. പുരാതന സമൂഹങ്ങൾ 12 എന്ന സംഖ്യയെ പൂർണ്ണതയുടെ അടയാളം ആയി കണ്ടിരുന്നു. 12 മാസങ്ങൾ, 12 മണിക്കൂർ, 12 രാശികൾ, ഈ പൂർണ്ണതയ്ക്ക് ശേഷം വരുന്ന 13 ക്രമം തിരിക്കുന്ന സംഖ്യയായി അവർ ചിന്തിച്ചു. നോർസ് പുരാണങ്ങളിലും 13 ഡാഷ് സ്വരചിഹ്നം ആമനായി എത്തിയ ലോക്കി ദുരന്തത്തിന് കാരണമായതായി പറയപ്പെടുന്നു. ഇങ്ങനെ കഥകളും വിശ്വാസങ്ങളും ചേർന്നപ്പോൾ ഒരു നമ്പർ തന്നെ ഭീതിയുടെ പ്രതീകമായി മാറി. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ഒരു സംഖ്യയ്ക്ക് യഥാർത്ഥത്തിൽ ശക്തിയുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളാണോ അതിന് ശക്തി നൽകുന്നത്? ശാസ്ത്രം പറയുന്നത് വളരെ ലളിതമാണ്. 13 എന്ന നമ്പറിനും 12നും 14നും ഇടയിലെ ഒരു സാധാരണ സംഖ്യ മാത്രമാണ്. അതിന് ഭാഗ്യമോ അശുഭയോ ഇല്ല. വാസ്തവത്തിൽ മനുഷ്യരുടെ ചരിത്രം മുഴുവൻ നോക്കിയാൽ ഭയങ്ങൾ പലപ്പോഴും അറിവില്ലായ്മയിൽ നിന്നാണ് ജനിച്ചിട്ടുള്ളത്. ഇരുട്ടിനെ മനുഷ്യൻ ഒരിക്കൽ ഭയപ്പെട്ടു, കടലിനെ ഭയപ്പെട്ടു, ഗ്രഹണത്തെ ഭയപ്പെട്ടു. പക്ഷേ അറിവ് വളർന്നപ്പോൾ ആ ഭയങ്ങൾ അപ്രത്യക്ഷമായി. അതിനാൽ 13 എന്ന നമ്പറിനെക്കുറിച്ചുള്ള ഈ കഥ നമ്മെ പതിപ്പിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്: വിശ്വാസങ്ങൾ മനുഷ്യരെ നിയന്ത്രിക്കരുത്, അറിവാണ് മനുഷ്യനെ നയിക്കേണ്ടത്. നമ്മൾ ഭയപ്പെടേണ്ടത് നമ്പറുകളെയോ ദിവസങ്ങളെയോ അല്ല. അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ചിന്തയെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണ്.